എന്ത് പ്രശ്നം വന്നാലും സമാധാനമായിട്ട് കിടന്നുറങ്ങുക. ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും എല്ലാം ശരിയാവും. എല്ലാം ശരിയാവും. ഈ രാത്രി കൊണ്ടൊന്നും തീരാനൊന്നും പോകുന്നില്ല. ഉള്ള കഞ്ഞിയും കുടിച്ചിട്ട് ഇത്തിരി നേരം പ്രാർത്ഥിച്ചിട്ട് സമാധാനമായിട്ട് കിടന്നങ്ങ് ഉറങ്ങിക്കോണം. ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും എല്ലാം ശരിയായിക്കോളും. മനസ്സിലായോ? അത് ചിലപ്പോൾ ഒരു രാത്രിയാവും, 2 രാത്രിയാവും, 3 രാത്രിയാവും. അത് മൈൻഡ് ചെയ്യണ്ട. ഈ ലോകത്ത് ഒരു ദൈവമകനെ, ഒരു ദൈവമകളെ ദൈവം കടത്തിവിടുന്ന അനുഭവങ്ങളുടെ അവസാനം എന്താണെന്ന് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. നിനക്ക് നാശം ഉണ്ടാവാനുള്ള ഒരു വഴിയിലൂടെയും ദൈവം നിന്നെ വിടത്തില്ല. പറഞ്ഞ ഹല്ലേലൂയ. അത് വിടത്തില്ല. അതായത് എന്ത് വന്നാലും അതിനകത്ത് ഒരു നന്മ ഉണ്ടാവും. ഉറപ്പാണ്. യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്നാ വന്നാൽ എന്താ, എനിക്കെൻ്റെ കർത്താവിനെ അറിയാം. എൻ്റെ കർത്താവ് എന്നെ കാത്തു, എന്നെ സംരക്ഷിച്ചു. നീ ഇത് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മറ്റേ ടീമുണ്ടല്ലോ, മറ്റേ ഈ കൊമ്പും മലയൊക്കെ ഉള്ളൊരുത്തൻ, അവൻ കിടന്ന് എന്നാ ചെയ്താലും, ഞാൻ കഴിഞ്ഞ ആഴ്ച അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ വെറുതെ മെനക്കെടുകയാണ്, എന്നെ കൊല്ലാൻ പറ്റത്തില്ല, ഞാൻ 102 വയസ്സായിട്ടേ മരിക്കത്തുള്ളൂ. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായ? ഞാൻ അവനോട് പറഞ്ഞു, സ്വകാര്യമായിട്ട് പറഞ്ഞ, ഇപ്പം നിങ്ങളോട് പറഞ്ഞതേ, നീ വെറുതെ മെനക്കെടണ്ട, നീ ഏത് കാറ് കൊണ്ട് കൊക്കയിട്ടാലും ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും. പറഞ്ഞ ഹല്ലേലൂയ. അതായത് എനിക്ക് ഒത്തിരി ജോലി ചെയ്യാനുണ്ട് ഈ ലോകത്ത് കർത്താവിന് വേണ്ടി. അത് കഴിഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് വെറുതെ മെനക്കെടണ്ട, വെറുതെ കിടന്ന് നീ വെറുതെ നിൻ്റെ എനർജി കളയണ്ട, ഉള്ള പെട്രോൾ നീ കളയണ്ട. നടക്കത്തില്ല. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. മനസ്സിലായോ? ഞാൻ ചാണകക്കുഴി വീണെന്ന് പറഞ്ഞാലും നിങ്ങളെന്നാലും, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനോട് പറഞ്ഞു, കൊച്ചെ നീ പോയി ചാണകക്കുഴി വീണു, ചാണകക്കുഴിയിൽ നിന്ന് വീണിട്ട് മൊത്തം ചാണകമായിട്ട് നീ വീട്ടിൽ കയറി വരുമ്പോൾ നിൻ്റെ അപ്പം പറയുമോ, വൃത്തികെട്ട കൊച്ച്, നീ എൻ്റെ മകളല്ല, ഇറങ്ങിപ്പൊടി എന്ന് പറയുമോ? ചാണകക്കുഴി വീണാലും മോനെ നീ ചാണകക്കുഴി വീണെന്ന് വെച്ചോ. നല്ല ഉദാഹരണമല്ല, എന്നാലും അതിനേക്കാൾ ഇതൊക്കെ പറഞ്ഞാൽ ഈ ജന്മത്ത് മറക്കത്തില്ല. നീ ചാണകക്കുഴി വീണു, വീട്ടിൽ കയറിയോ പറയുമോ? നീ പറയുമോ? ഈ വൃത്തികെട്ടവനെ, ചാണകക്കുഴി വീണവനെ, എൻ്റെ മകനല്ലടാന്ന് പറയുമോ? ചിലപ്പോൾ ചാണകക്കുഴിയിലൊക്കെ വീണിട്ടുണ്ടാവും നമ്മൾ. എന്നാലും നമ്മൾ ദൈവത്തിൻ്റെ മകനാണ്. അതുകൊണ്ട് മനസ്സിലായോ? ചാണകം കളഞ്ഞ് കുളിച്ച് കഴിയുമ്പോൾ നമ്മൾ പഴയ പോലായി. പറഞ്ഞ ഹല്ലേലൂയ.